സത്യപ്രതിജ്ഞ അസാധുവാക്കിയ തിരുവനന്തപുരം കോർപ്പറേഷനിലെ BJP അംഗങ്ങൾ ഇന്ന് വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യും. 19 അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയാണ് 4:30 കോർപ്പറേഷനിൽ നടക്കാൻ പോകുന്നത്. സത്യപ്രതിജ്ഞ ഹൈക്കോടതി റദ്ദാക്കിയ പശ്ചാത്തലത്തിലാണ് വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യേണ്ടി വരുന്നത്. ഹരിമോഹൻ ചേരുന്നു കൂടുതൽ വിശദാംശങ്ങളുമായി. ഹരി, അങ്ങനെ കോടതിയുടെ ഉത്തരവിന് ശേഷം വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യാൻ പോവുകയാണ് കൗൺസിലർമാർ. മറ്റൊന്ന്, ഈ കാപ്പ കേസിൽ ജയിലിൽ കഴിയുന്ന കൗൺസിലർ ഉണ്ടല്ലോ, BJP കൗൺസിലർ സുഗതന് സത്യപ്രതിജ്ഞ ചെയ്യാനാകൂല്ല അല്ലേ? അതെ റോഷ്നി, എന്തായാലും 6 മണിക്കൂറിനുള്ളിൽ തന്നെ സത്യപ്രതിജ്ഞ നടപ്പിലാക്കാൻ അല്ലെങ്കിൽ സത്യപ്രതിജ്ഞ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളാണ് ഇപ്പോൾ കോർപ്പറേഷൻ ഭരണസമിതി അടിയന്തരമായി പൂർത്തീകരിച്ചിരിക്കുന്നത്. അതായത് ഇന്ന് ഉച്ചയോടുകൂടി ഹൈക്കോടതിയിൽ നിന്ന് വിധി വന്നു. 20 കൗൺസിലർമാരുടെ സത്യപ്രതിജ്ഞ അസാധുവാക്കിക്കൊണ്ടുള്ള വിധിയായിരുന്നു. അതിൽ 19 പേരുടെയും സത്യപ്രതിജ്ഞ അല്പസമയത്തിനുള്ളിൽ തന്നെ നടക്കാനുള്ള തീരുമാനമായിട്ടുണ്ട്. അതായത് കോർപ്പറേഷന്റെ കൗൺസിൽ ഹാളിൽ വെച്ചുകൊണ്ട്, കോൺഫറൻസ് ഹാളിൽ വെച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ, അതായത് കൗൺസിൽ ഹാളല്ല മറിച്ച് കോൺഫറൻസ് ഹാളിൽ വെച്ചുകൊണ്ടാണ് ഈ സത്യപ്രതിജ്ഞ അടിയന്തരമായി പൂർത്തീകരിക്കാൻ വേണ്ടിയുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. 4:30 തന്നെ സത്യപ്രതിജ്ഞ നടക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. 19 പേർ, അതായത് നേരത്തെ റോഷ്നി സൂചിപ്പിച്ചതുപോലെ കാപ്പ കേസിൽ ജയിലിലുള്ള, ഇപ്പോൾ വിയൂർ ജയിലിലുള്ള സുഗതൻ ഒഴികെയുള്ള ബാക്കി 19 പേരും, അതിനകത്ത് ഡെപ്യൂട്ടി മേയർ അടക്കമുള്ള 19 പേരും ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. കോടതി വിധി നടപ്പിലാക്കും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 4 ആഴ്ച സമയമാണ് ഹൈക്കോടതി അനുവദിച്ചിരുന്നത്. പക്ഷേ 4 ആഴ്ച വേണ്ട, ഇന്ന് തന്നെ സത്യപ്രതിജ്ഞ ചെയ്യാനുള്ള തീരുമാനത്തിലേക്ക് കോർപ്പറേഷൻ ഭരണസമിതി എത്തുകയായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്. എല്ലാവരും BJP കൗൺസിലർമാരാണ് എന്നുള്ള ഒരു പ്രത്യേകത കൂടിയുണ്ട്. നേരത്തെ മേയർ ഹൈക്കോടതി വിധി അംഗീകരിക്കുകയും അടിയന്തരമായി തന്നെ ഇത് നടപ്പിലാക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുമെന്നും പറഞ്ഞിരുന്നു. 29-ാം തീയതിയായിരുന്നു ആദ്യഘട്ടത്തിൽ തീരുമാനിച്ചിരുന്നത്. പക്ഷെ അതല്ല, ഇന്ന് തന്നെ സത്യപ്രതിജ്ഞ ചെയ്യാനുള്ള ഒരുക്കങ്ങൾ പൂർത്തീകരിക്കുകയായിരുന്നു എന്തായാലും ചെയ്തത്. അതിൽ ദൈവങ്ങളുടെ നാമത്തിലുള്ള സത്യപ്രതിജ്ഞ, ഒപ്പം തന്നെ ഭാരതാംബയുടെ നാമത്തിലുള്ള സത്യപ്രതിജ്ഞ, അങ്ങനെ പലതരത്തിലുള്ള സത്യപ്രതിജ്ഞകളായിരുന്നു അന്നത്തെ ദിവസം കണ്ടത്. ആ സത്യപ്രതിജ്ഞകളെല്ലാം തന്നെ റദ്ദാക്കി ഇപ്പോൾ അല്പസമയത്തിനുള്ളിൽ തന്നെ വീണ്ടും അപ്പോൾ രണ്ടാമതും ഇനി സത്യപ്രതിജ്ഞ ചെയ്യാൻ പോവുകയാണ് കൗൺസിലർമാർ. അപ്പോൾ ഇനിയുള്ള സത്യപ്രതിജ്ഞ ശ്രദ്ധയോടുകൂടി ഏത് തരത്തിലായിരിക്കും എന്നുള്ളത് നമുക്ക് തത്സമയം തന്നെ റിപ്പോർട്ടർ TVയിലൂടെ കാണാവുന്ന